എന്തിനാണ് ദുപ്പസ്റ്റോൺ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്? ഗർഭിണികൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? എന്തിനാണ് ഗർഭിണികൾ ഇത് കഴിക്കുന്നത്? ഈ ടാബ്ലറ്റിന് ആർത്തവം തുടങ്ങി ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമോ? ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ ടാബ്ലറ്റ് കഴിച്ചാൽ എളുപ്പം ഗർഭിണിയാകുമോ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ടുകളാണ് ദുപ്പസ്റ്റോൺ ടാബ്ലറ്റിനെ ചൊല്ലി. കാരണം ഈ ടാബ്ലറ്റ് ഒരു അസുഖത്തിന് മാത്രമല്ല കൊടുക്കുന്നത്. സ്ത്രീകളുടെ പല അവസ്ഥയുടെയും പരിഹാരമായിട്ട് ദുപ്പസ്റ്റോൺ, പ്രൊജസ്റ്റിറോൺ ടാബ്ലറ്റുകളൊക്കെയാണ് കൊടുക്കുന്നത്. ചിലർക്ക് ആർത്തവ ക്രമക്കേടുള്ളപ്പോൾ, ചിലർക്ക് പ്രഗ്നൻസി വേളയിൽ, ചിലർക്ക് ഓവുലേഷൻ ടൈമിൽ, ഇങ്ങനെ തുടങ്ങി സ്ത്രീകൾക്ക് ഹോർമോൺ വ്യത്യാസം മൂലം ഡോക്ടർ നൽകുന്ന ടാബ്ലറ്റാണ് ദുപ്പസ്റ്റോൺ ടാബ്ലറ്റ്. ഇത് ഒരു പ്രൊജസ്റ്റിറോൺ ടാബ്ലറ്റാണ്. ദുപ്പസ്റ്റോൺ ഗുളികകളിലെ സജീവ പദാർത്ഥം ഡൈഡ്രോജെസ്റ്ററോൺ ആണ്. ഡൈഡ്രോജെസ്റ്ററോൺ ഒരു സ്ത്രീ ഹോർമോണായ പ്രൊജസ്റ്റിറോൺ ആണ്. ഗർഭപാത്രത്തിൻ്റെ ആവരണത്തെ ആരോഗ്യകരമായ വളർച്ചയെയും വികസനത്തെയും നിയന്ത്രിക്കുന്നതാണിത്. ഗർഭാശയത്തിൻ്റെയും ആർത്തവ ചക്രത്തിൻ്റെയും ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ശരിയായ ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. ഇതിൻ്റെ അഭാവം മൂലം സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ടാബ്ലറ്റാണ് ദുപ്പസ്റ്റോൺ ടാബ്ലറ്റ്. രോഗികളുടെ അവസ്ഥ അനുസരിച്ച് ഡോക്ടർമാർ നിർദ്ദേശിച്ചു വരുന്ന മെഡിസിനാണിത്. സസ്റ്റേൺ ടാബ്ലറ്റും ദുപ്പസ്റ്റോൺ ടാബ്ലറ്റും ഒരേ ഗുണങ്ങളാണ് ചെയ്യുന്നത്. എങ്കിലും ദുപ്പസ്റ്റോൺ ടാബ്ലറ്റ് കുറച്ചുകൂടി ഡോസും പ്രവർത്തന ഫലവും കൂടുതലുള്ളതാണ്. അത് ഒരാളുടെ അവസ്ഥ അനുസരിച്ചാണ് സസ്റ്റേണും ദുപ്പസ്റ്റോണും ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത്. ഇതിന് സമാനമായിട്ടുള്ള ഇഞ്ചക്ഷനുമുണ്ട്. എന്തൊക്കെ കാര്യത്തിനാണ് ഈ ടാബ്ലറ്റ് കഴിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ വന്ധ്യത, ക്രമരഹിതമായ ആർത്തവം, രക്തസ്രാവം, ഗർഭാശയ രക്തസ്രാവം, സ്ത്രീകളുടെ പ്രത്യുൽപാദന സൈക്കിൾ ഡിസോർഡർ, ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വേദന, ഗർഭചിത്രം, ഗർഭമലസൽ, അടിക്കടിയുണ്ടാകുന്ന ഗർഭചിത്രം, എൻഡോമെട്രിയോസിസ്, ഗർഭധാരണത്തിൻ്റെയും ആർത്തവവിരാമത്തിൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന ആർത്തവം നിലച്ച അവസ്ഥക്കുള്ള ചികിത്സക്ക്, പ്രീമെൻസ്ട്രൽ സിൻഡ്രം, ലൂട്രൽ അപര്യാപ്തത മൂലമുള്ള വന്ധ്യത എന്നീ അവസ്ഥകൾക്കൊക്കെയാണ് ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചു വരുന്നത്. എന്തിനാണ് ഗർഭിണികൾ ഇത് കഴിക്കുന്നത്? ഗർഭമലസാൻ ചാൻസ് ഉള്ളവർക്കും അടിക്കടി ഗർഭമലസുന്നവർക്കും ഈ ടാബ്ലറ്റ് കൊടുത്തു വരാറുണ്ട്. മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഹോർമോൺ വ്യത്യാസം മൂലം ഗർഭം അലസിപ്പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ടാബ്ലറ്റ് കൊടുക്കുന്നത്. ഇനി ഗർഭം അലസാൻ ചാൻസ് ഉള്ളവർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ യൂട്രസിലും യൂട്രസിന് പുറത്തായും ഓവറിയിലുമൊക്കെ ആയിട്ടുള്ള മുഴകളുള്ളവർ, PCOD, PCOS, എൻഡോമെട്രിയോസിസ് സിസ്റ്റ്, ഫൈബ്രോയിഡ്, ഒവേറിയൻ സിസ്റ്റ്, ഫെലോപ്പിയൻ ട്യൂബിലെ ഇൻഫെക്ഷനുകൾ, ഗർഭപാത്രത്തിൻ്റെ വിള്ളലുകൾ, ഹോർമോൺ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഗർഭം അലസാൻ ചാൻസ് കൂടുതലാണ്. ആ സമയത്തും ദുപ്പസ്റ്റോൺ ടാബ്ലറ്റാണ് കൂടുതലും നൽകി വരുന്നത്. ആദ്യ 3 മാസങ്ങളിൽ ഈ ടാബ്ലറ്റ് നിർബന്ധമായും കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കും. ഹോർമോണുകളുടെ സഹായത്തോടെ ഭ്രൂണം ഗർഭപാത്രത്തിൽ വേരോടെ ഉറച്ചു കിട്ടാൻ വേണ്ടിയാണ് ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഗർഭസമയങ്ങളിൽ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് അമ്മക്കും കുഞ്ഞിനും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതൊരു സ്ത്രീ ഹോർമോൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബലവും ശക്തിയും കിട്ടും. ഇത് കഴിക്കുന്നവർക്ക് ഗർഭിണികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയോടൊപ്പം തന്നെ ചെറിയ ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ കൂടുതലായി കാണപ്പെടും. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ചിലരിൽ ഓവുലേഷൻ ടെസ്റ്റിന് ശേഷം ഓവുലേഷൻ പോസിറ്റീവ് ആയാൽ 15 ദിവസം ദുപ്പസ്റ്റോൺ കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ പലരും ഈ ടാബ്ലറ്റ് കഴിക്കാൻ ആശങ്കപ്പെടുന്നത് കാണാറുണ്ട്. ഓവുലേഷൻ സമയങ്ങളിൽ ചിലർക്ക് ഹോർമോൺ വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരാൻ സാധ്യതയുണ്ട്. ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഭ്രൂണം അത് പിടിക്കാതെ അലസിപ്പോവാൻ സാധ്യതയുണ്ട്. ബീജവും അണ്ഡവും ഒന്നു ചേരുന്ന പ്രക്രിയ എളുപ്പമാക്കാനും സഹായിക്കും. ഗർഭം പോസിറ്റീവായാൽ 3 മാസം കൂടി ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. ഓവുലേഷൻ സ്വന്തമായി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആവുന്നവർ ഉണ്ട്. ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ടാബ്ലറ്റ് കഴിക്കരുത്. ഇത് ഗർഭം നടക്കാനുള്ള ടാബ്ലറ്റ് അല്ല. ആക്റ്റീവായ ബീജവും മൂപ്പെത്തിയ അണ്ഡവും ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭധാരണം നടക്കുകയുള്ളൂ. ഈ പ്രക്രിയയെ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ ഹോർമോൺ. ഈ ഹോർമോണിന് എന്തെങ്കിലും ഇൻബാലൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് കാര്യമുള്ളൂ. ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവ പ്രശ്നങ്ങൾ. ആർത്തവം ക്രമമല്ലാത്തവർക്കും മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നിട്ടും പ്രഗ്നൻസി നടക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യമുള്ളവർക്കും ഡോക്ടർ ഈ ടാബ്ലറ്റ് നിർദ്ദേശിക്കാറുണ്ട്. ഹോർമോണിൻ്റെ വ്യത്യാസം മൂലം ആർത്തവം ക്രമമല്ലാത്തവർ ഉണ്ടാവും.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് PCOD പോലെയുള്ള പ്രശ്നമുള്ളവർക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചു വരാറുണ്ട്. ഹോർമോൺ വ്യത്യാസം മൂലമുണ്ടാകുന്ന ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിന വേദന, രക്തസ്രാവം ഇതൊക്കെ നിയന്ത്രിക്കാനും ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചു വരാറുണ്ട്. ദുപ്പസ്റ്റോൺ കഴിച്ച് എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് ആർത്തവം നടക്കുക? ദുപ്പസ്റ്റോൺ ടാബ്ലറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചിലർക്ക് അടുത്ത ദിവസം തന്നെ ആർത്തവം നടന്നിരിക്കും. മറ്റു ചിലർക്ക് 3-4 ദിവസം കൊണ്ട് സംഭവിക്കും. 1 മുതൽ 14 ദിവസത്തിനുള്ളിൽ ആർത്തവം വന്നില്ല എങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുകയോ അതിലും നെഗറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആർത്തവം വരില്ല. അത് നിർത്തിയതിന് ശേഷം മാത്രമേ ആർത്തവം ഉണ്ടാവുകയുള്ളൂ. ആർത്തവം നീട്ടിക്കിട്ടാൻ വിവാഹ അവസരങ്ങളിൽ, ചില ഫംഗ്ഷനുകൾക്ക്, ഹജ്ജ്, ഉംറ വേളയിൽ, ചില അടിയന്തര ഘട്ടങ്ങളിൽ, ശബരിമല അങ്ങനെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോകുന്ന ചിലരുണ്ടാവും, ഭർത്താവ്, കുട്ടികളൊക്കെ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആർത്തവം നീട്ടിവെക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ആർത്തവം തുടങ്ങുന്നതിൻ്റെ 4-5 ദിവസം മുമ്പ് ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങണം. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കഴിക്കണം. രാത്രി 8 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം 8 മണിക്ക് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഇടയിൽ ഒരു ദിവസം എങ്ങാനും വിട്ടുപോയാൽ നെക്സ്റ്റ് ഡേ ആർത്തവമാവാൻ സാധ്യതയുണ്ട്. ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവും. അവർക്ക് പ്രഗ്നൻസിയും ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഒരു പക്ഷേ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പ്രഗ്നൻസി ആയാൽ ഇനി ഉണ്ടാവുന്ന കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന്. യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ഇത്തരക്കാരും ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങുക. ടാബ്ലറ്റ് എടുക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ടാബ്ലറ്റ് 1 ഗ്ലാസ് വെള്ളത്തിൽ വീങ്ങുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുക. 1-ൽ കൂടുതൽ ഗുളികകൾ കഴിക്കേണ്ടതുണ്ടെങ്കിൽ ചിലർക്ക് 2 ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്. കൃത്യമായ ഇടവേള ഇട്ട് വേണം ഇത് കുടിക്കാൻ. 1 രാവിലെ ആണെങ്കിൽ 1 രാത്രി എന്ന തരത്തിൽ കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ശരീരത്തിൽ മരുന്നിൻ്റെ സ്ഥിരമായ അളവ് ഉറപ്പാക്കും. നിങ്ങൾ ഈ ടാബ്ലറ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് മറ്റേതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, മറ്റേതെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ഡോക്ടറോട് പറയേണ്ടത് അത്യാവശ്യമാണ്. ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ഓക്കാനം, വയറുവേദന, ഛർദി, റാഷസ്, ചൊറിച്ചിൽ, ചുമ, മൂഡ് സ്വിങ്സ്, തലവേദന, തലകറക്കം, മയക്കം എന്നിവയൊക്കെ ഉണ്ടാവും. സാധാരണ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്കൊന്നും വൈദ്യസഹായം തേടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരം ഡോസേജുമായി പൊരുത്തപ്പെടുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊള്ളും. ഇനി ഇതിലും വലിയ ഗുരുതര പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണിക്കണം. ഒരു ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരമല്ലാതെ ഈ ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.